എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഏത് വീട്ടിൽ ചെന്നാലും ആർക്കെങ്കിലും ഇതൊക്കെ ഇല്ലാത്തവർ തന്നെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പാചകം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നും വരില്ല. അത് ഒരു പക്ഷേ ഇതൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ രീതിയിൽ പാചകം ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്ക് ഉള്ള കൊളസ്ട്രോളും പ്രഷറും കുറയുകയല്ലാതെ കൂടുകയില്ല. ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് പാവയ്ക്കയാണ്. വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള പാവയ്ക്കയാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ആണ് വാങ്ങുന്ന പാവയ്ക്കയെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പേ പാവയ്ക്കയുടെ മുകളിൽ ഉപ്പ് തേച്ച് ഒരു 5 മിനിറ്റ് വച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. വളരെ കനം കുറഞ്ഞ് റൗണ്ടിലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കടായിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും. മഞ്ഞൾപ്പൊടി ഒന്ന് കൂടിപ്പോയി എന്ന് വിചാരിച്ച് ടേസ്റ്റിനൊന്നും ഒരു കുറവ് സംഭവിക്കുകയില്ല. ഉപ്പ് മാത്രം നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റിൽ നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ പാവയ്ക്കയിലും ഉപ്പും മഞ്ഞളും പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വച്ച് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെജിറ്റബിൾ വേവിക്കരുത്. ഹൈ ഫ്ലെയിമിൽ വച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിയും കുറയും, അതുപോലെ തന്നെ വൈറ്റമിൻസും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് എപ്പോൾ പാചകം ചെയ്താലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെജിറ്റബിളൊക്കെ പാകം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ കരഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ മൊത്തം വെന്ത് കിട്ടാതെ ഒരേ സമയം നമുക്ക് വേകാതെ കുറച്ച് വെന്തും കുറച്ച് വേകാതെയും കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് കിട്ടും. പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യമേ കുറേ എണ്ണ ഒഴിച്ച് അതിൽ കിടന്ന് പാവയ്ക്ക അവസാനം വരെ വേവുകയാണെങ്കിൽ അതിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ടോക്സിൻസൊക്കെ കയറി കൂടുകയും അസുഖങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് വന്ന് പിടിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊന്നും വേവിക്കാതെ ആദ്യം നമുക്ക് പാവയ്ക്ക ഒന്ന് വേവിച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 3 വെളുത്തുള്ളി, ഒരു 7-8 ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് കല്ലിൽ ചതച്ചെടുക്കാം. ഈ കല്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ലതുപോലെ ചതഞ്ഞ് കിട്ടും. സ്പീഡിലൊന്നും കറക്കണ്ട. ഒരു മിനിറ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ലതുപോലെ ചതഞ്ഞ് കിട്ടും. ഒരു 3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും വെള്ളമില്ലാതെ വെള്ളമെല്ലാം ഉണങ്ങി പാവയ്ക്കയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ പച്ചമുളകും നമ്മൾ ഈ ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള ഒരെണ്ണം ചതച്ച് ചേർത്താൽ മതി. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാത്രം മാറി കിട്ടിയാൽ മതി. ഉള്ളി അങ്ങ് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി. മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് 2 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കനം കുറഞ്ഞ് വേണം തക്കാളിക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. അതുകൂടി ഇട്ട് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. സാമ്പാർ മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ എത്ര നേരം ആണ് നമ്മൾ ഈ മസാല ഇപ്പം വേകാനായിട്ട് എടുത്തത്. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റിനുള്ളിൽ മസാലയെല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഈ തക്കാളിക്കൊക്കെ ഒന്ന് വഴണ്ടു വരുന്നതിന് മാക്സിമം 2 മിനിറ്റിൽ കൂടുതൽ എടുക്കത്തില്ല. അതേസമയം നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പാവയ്ക്കയും ഇതെല്ലാം കൂടി ഇട്ട് പാവയ്ക്ക വേവിച്ചെടുക്കുകയാണെങ്കിൽ എത്ര സമയം ഇതിൽ കിടക്കുമെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുമല്ല
ഇത് പാവയ്ക്ക് അതിൽ കിടന്ന് വേകണമെങ്കിൽ ഒരുപാട് എണ്ണ കൂടി കുറച്ചുകൂടി എണ്ണ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഉപ്പില്ലെങ്കിൽ ഒരൽപ്പം ഉപ്പും 1 സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ലാസ്റ്റ് ഒരു അല്പം കറിവേപ്പില കൂടി തൂകി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. ചോറുണ്ണാൻ ഇതല്ലാതെ പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ രീതിയിൽ പാചകം ആവശ്യമുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.